ആലിയ കട്ട് കുർത്തിയിൽ ഞാനിവിടെ യോക്ക് ലെങ്ത് എടുക്കുന്നത് നമ്മുടെ ഷോൾഡർ തൊട്ട് അണ്ടർ ബസ്റ്റ് വരെയുള്ള ലെങ്ത് ആണ് കേട്ടോ. എൻ്റെ അത് 14 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 15 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴുത്ത് പുറകിൽ ഒത്തിരി ഇറക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫുൾ ഷോൾഡർ തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ നേർ പകുതി പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്ത് അങ്ങനെ 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ ആം ഹോൾ ലൈൻ ഞാനൊരു 3/4 ഇഞ്ചും കൂടി 7.5 കൂട്ടത്തിൽ കൂട്ടി 8.25 ഇഞ്ച് വെച്ച് വരച്ചാണ് ആം ഹോൾ ലൈൻ എടുക്കുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആം ഹോൾ ലൈനിൻ്റെ അവിടെ സ്ലോപ്പിന് 1/2 ഇഞ്ച്, അതേപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനും 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് ആം ഹോൾ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റും കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ആണ്. അതിൻ്റെ 4/1 എടുക്കുക, പിന്നെ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ആം ഹോൾ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചല്ലോ, ആ പോയിന്റും നമ്മുടെ ചെസ്റ്റ് ലൈനിൽ ലൂസ് മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അല്ല, ഇവിടെ അണ്ടർ ബസ്റ്റ് റൗണ്ട് ആണ്. അതിൻ്റെ 4/1 എടുക്കുക, പിന്നെ 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ആം റൗണ്ട് ചെക്ക് ചെയ്യണം കേട്ടോ. ആം റൗണ്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് കേട്ടോ. കാണാത്തവർ അതൊന്ന് കാണുക. ഇനി നമ്മൾ കഴുത്തിൻ്റെ അകലമാണ് ഞാനിവിടെ 4 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പാറ്റേൺ വരുന്നത്. ഈ ഒരു ബാക്ക് പാറ്റേൺ വെച്ച് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പാറ്റേൺ ട്രേസ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനൊരു പാറ്റേൺ പേപ്പറിൻ്റെ പുറത്തോട്ട് ബാക്ക് പാറ്റേൺ ഇതേപോലെ വെച്ച് ആ ഔട്ട്ലൈൻസ് എല്ലാം ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാറ്റേണിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ആം റൗണ്ട്, അതായത് ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടണം, അതായത് വരയ്ക്കണം. പിന്നെ കഴുത്തും മാർക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ കഴുത്താണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ബാക്കിൽ കഴുത്തിൻ്റെ അകലം 4 ഇഞ്ചാണ് കൊടുത്തത്. അത് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പാറ്റേണിലും കൊടുക്കുന്നത് കേട്ടോ. ഇനി കഴുത്തിൻ്റെ ഇറക്കം ഞാനൊരു 7.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു വീനക്കാണല്ലേ. നമ്മൾ നോർമലി എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ട് വേണം നമ്മൾ വീനെക്കിന് മാർക്ക് ചെയ്യാനായിട്ട്. ഈ താഴെ വരച്ചിരിക്കുന്ന ലൈൻ വേണ്ടാത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ആ കഴുത്ത് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് താഴത്തോട്ട് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ വരച്ച പോയിന്റിൽ നിന്ന് നമ്മുടെ സൈഡിലോട്ട് ഇതേപോലെ സ്കെയില് കോണോട് ഇങ്ങനെ വെച്ച് ഒരു ഇൻക്ലൈൻ ലൈൻ കൊടുക്കുക കേട്ടോ. പിന്നെ കഴുത്തിൻ്റെ ആ ഒരു പോയിന്റും നമ്മളൊന്ന് വീനക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആലിയ കട്ടിൻ്റെ പാറ്റേൺ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ പാറ്റേണിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ തയ്യൽ തുമ്പിനും ഷോൾഡർ അടിക്കാനും, അതേപോലെ ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റിലോട്ട് നമ്മൾ ഫ്രണ്ട് ആം റൗണ്ട്, അതായത് കൈക്കുഴി ഇതേപോലെ 1/2 ഇഞ്ചിൽ ഞാനൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ആ പോയിന്റ് നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു പോയിന്റിലോട്ട് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബാക്ക് പാറ്റേണിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞാൻ സ്ലോപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിൽ ഞാൻ ആ ഒരു സ്ലോപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കഴുത്തിൻ്റെ അകലം ഓൾറെഡി മാർക്ക് ചെയ്തത് 4 ഇഞ്ചാണ്. അത് തന്നെ ഞാൻ ബാക്ക് പാറ്റേണിലും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഞാനൊരു 1/2 ഇഞ്ച് സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിലെ കഴുത്തിറക്കം എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അതും ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ കഴുത്തിറക്കം 1 ഇഞ്ച് ആയതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഷോൾഡർ എടുത്ത് അതിൻ്റെ by 2 ആണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും റെഡിയായി. അപ്പോൾ ഈ ആലിയ കട്ടിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്കിവിടെ കിട്ടുന്നത് 5.5 ഇഞ്ചാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഡെപ്ത് എടുക്കാം കേട്ടോ. ഞാനിവിടെ 5.5 ഇഞ്ച് വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ 2 പാറ്റേണിലെയും സൈഡ് ഹാങ് ചെയ്ത് വരാതിരിക്കാൻ ഞാൻ 1 ഇഞ്ച് ഒന്ന് സൈഡിലോട്ട് കയറ്റി കേർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്കിൻ്റെ ആ ഒരു ആം റൗണ്ട് വരുന്ന ഭാഗം ഫ്രണ്ട് പാറ്റേണിൻ്റെ ആം റൗണ്ട് വരുന്ന ഭാഗത്തോട് ഇതേപോലെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ട്രേസ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു വി കട്ട് എടുത്തില്ലേ നമ്മൾ ആലിയ കട്ടിന് യോക്ക് പോർഷൻ്റെ അവിടെ, അതൊന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 പാറ്റേൺസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 മീറ്ററിൻ്റെ ക്രേപ്പ് ഫാബ്രിക്കാണ് ലൈനിങ് ആയിട്ട് എടുക്കുന്നത്. മെയിൻ ക്ലോത്ത് ഞാൻ 3 മീറ്റർ ക്രേപ്പ് പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ യോക്ക് പോർഷൻ, നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിലും മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ബാക്ക് പാറ്റേണിൻ്റെയും ഫ്രണ്ട് പാറ്റേണിൻ്റെയും ആ താഴത്തെ ഭാഗം മാത്രം നമ്മൾ നല്ല വശവും കൂടെ ഒരുമിച്ചിട്ടിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് തയ്ച്ചെടുക്കുക. അപ്പം ഞാൻ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് തിരിച്ചിട്ടിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്യുക. എങ്കിലേ ഇത് നല്ല നീറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. കാരണം ഇത് കട്ടി കുറഞ്ഞ ക്ലോത്ത് ആണ്. അപ്പം നമ്മൾ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന സ്കേർട്ട് പോർഷൻ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കി വന്ന ഫാബ്രിക് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ ഓപ്പൺ സൈഡും മറ്റേ ഭാഗം അതിൻ്റെ ഫോൾഡഡ് സൈഡുമാണ്. അപ്പോൾ ബാക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് അറിയാനായിട്ട് നമ്മുടെ ടോട്ടൽ ഫുൾ ലെങ്ത്തിൽ നിന്ന് ആ ടോപ്പിൻ്റെ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ ബാക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതേപോലെ ഫ്രണ്ട് പാർട്ടിലെ സ്കേർട്ടിൻ്റെ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ടോപ്പ് നമ്മൾ ആലിയ കട്ടിന് വേണ്ടി എടുത്ത ഡെപ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചായിരുന്നു അല്ലേ. ആ 5.5 ഇഞ്ച് നമ്മൾ സ്കേർട്ടിന് ചെയ്യുമ്പം ഈ ഓപ്പൺ സൈഡ് വരുന്നുണ്ടല്ലോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്നായിരിക്കണം താഴത്തോട്ട് ശരിക്കുള്ള നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എത്രയാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 35.5 ഇഞ്ചാണ് അത് മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ ടോപ്പിന് ആലിയ കട്ടിൽ എന്തോരമാണോ ഡെപ്ത് കൊടുക്കുന്നത് അത്രയും ഡെപ്ത് നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിലോട്ട് ഫോൾഡഡ് സൈഡിൽ മാർക്ക് ചെയ്യണം. ആ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മുടെ സ്കേർട്ടിൻ്റെ ശരിക്കുള്ള ലെങ്ത് താഴത്തോട്ട് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ 5.5 ഇഞ്ചാണ് ഡെപ്ത് വരുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഓപ്പോസിറ്റ്, അതായത് നമ്മുടെ ഈ ഫോൾഡഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, സ്കേർട്ട് തുണി നമ്മൾ മടക്കി ഇട്ടിരിക്കുവാണല്ലോ, അപ്പോൾ ആ ഫോൾഡ് ചെയ്ത് വരുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ നമ്മൾ ചരിച്ച് സ്കെയിൽ കൊണ്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ ഞാനൊരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻ കേസ് ഒന്ന് ലെവൽ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കഴുത്ത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ കഴുത്ത് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. കഴുത്തിൻ്റെ മുഴുവൻ വീതി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് ഫ്രണ്ടിനും ബാക്കിനും എടുക്കുന്നത് കേട്ടോ. വൺ സൈഡ് വരുമ്പോഴാണ് 4 ഇഞ്ച് വരുന്നത്. അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം ബാക്കിൽ 1 ഇഞ്ചും ഫ്രണ്ടിൽ 7.5 ഇഞ്ചുമാണ്. അത് കൂടാണ്ട് നമ്മൾ 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കണം. അത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കുർത്തി കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സെയിം കഴുത്ത് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അത് അറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് നല്ലോണം മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും നമ്മൾ ഈ ഒരു കഴുത്ത് അറ്റാച്ച് ചെയ്തതിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടി, നമ്മുടെ ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയുടെ സെൻറ്റർ പാർട്ടിൽ ഒരു നോച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ കഴുത്ത് ക്യാൻവാസ് വഴി ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിനും ഒരു സെൻറ്ററിൽ നോച്ച് കൊടുക്കുക. അപ്പോൾ ഈ 2 നോച്ചും തമ്മിൽ ഒരുമിച്ച് വെക്കുക. നല്ല വശവും ഒരുമിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ആ ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 1/4 ഇഞ്ച് അകലത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു സെൻറ്ററിൽ ഒരു ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും കുഞ്ഞി കുഞ്ഞി കട്ട്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പാറ്റേണും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബാക്ക് പാറ്റേണും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചിടുക. നിങ്ങൾക്ക് ഫിനിഷിങ് നല്ലോണം വേണമെങ്കിൽ ഇവിടെ ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതായത് നമ്മൾ ക്യാൻവാസിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് എഡ്ജ് സ്റ്റിച്ച് കൊടുക്കരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഷോൾഡറും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നല്ല വശവും ഒരുമിച്ച് വെച്ചു. ബാക്ക് പാറ്റേണിൻ്റെ ക്യാൻവാസ് നമ്മുടെ ഫ്രണ്ട് പാറ്റേണിൻ്റെ ആ ഒരു ഷോൾഡർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് കവർ ചെയ്ത് വെക്കുക. അത് നമുക്ക് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ബാക്ക് ആം റൗണ്ട് ആണ് ഞാൻ ഈ ഒരു അറ്റത്തൂടെ മെഷർ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയത്. 9 ഇഞ്ചാകുമ്പം നമ്മളിനി സ്ലീവ് ചെയ്യാൻ നേരത്ത് ഞാൻ അതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ 8 ഇഞ്ച് എടുക്കുന്നുള്ളൂ. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 9 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ബോഡി പാർട്ടിൽ നിന്ന് ആം റൗണ്ട് മെഷർ ചെയ്ത് 9 ആയിരുന്നല്ലോ, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ സ്ലീവിൻ്റെ ഡെപ്ത് ഒരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ സ്ലീവ് ഡെപ്ത് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ചരിച്ചൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതൊന്ന് കേർവ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് എൻ്റെത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതി വരുമ്പം 6 ഇഞ്ചാണ്. ഇത് ഞാൻ ലൂസ് ഉൾപ്പെടെയാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്ത ആ ഭാഗത്തോട്ട് അകത്തോട്ടും 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ഒന്ന് നമ്മൾ ടേപ്പ് വെച്ച് മെഷർ ചെയ്ത് നോക്കുമ്പം നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്ത ആ ഒരു 9 ഇഞ്ച് തന്നെ ഇതിൽ കിട്ടണം.
അപ്പോൾ ഇത് ബേസിക് സ്ലീവ് പാറ്റേൺ ആണ്. ഇവിടം വരെ നമ്മൾ എങ്ങനെയാണോ ബേസിക് ആയിട്ട് സ്ലീവ് വരയ്ക്കുന്നത് അത് ചെയ്യുക. അപ്പോൾ ഈ സ്ലീവിന് ഞാൻ ക്യാപ്പ് ഹൈറ്റ് ഒരു 2 ഇഞ്ചാണ് മുകളിലോട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം ഇത് നമുക്ക് സെൻറ്ററിൽ മാത്രം ഒരു കുച്ചിരി പ്ലീറ്റ് വന്നിട്ട് താഴത്തോട്ട് നമ്മുടെ നോർമൽ സ്ലീവ് വരുന്ന പാറ്റേൺ ആണ്. അതിനാണ് ഞാൻ അങ്ങനെ 2 ഇഞ്ച് മുകളിലോട്ട് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്തല്ലോ, ഒരു എസ് ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നല്ലോ, ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് ആം റൗണ്ടും നമ്മളൊരു 1/2 ഇഞ്ച് താഴത്തോട്ട് കുഴിച്ച് ഷേപ്പ് ചെയ്യുക. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഫോൾഡഡ് സൈഡാണ്, അതായത് തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് വേണം ഈ ഒരു പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യാൻ നേരം നമ്മൾ ഫ്രണ്ട് ആം റൗണ്ട് കുഴിച്ച് വരച്ചല്ലോ, അതിലെ കൂടെ കട്ട് ചെയ്യേണ്ട. ഞാൻ ഈ ഒരു പാറ്റേണിൽ ബ്ലാക്ക് ലൈൻസ് ഇതിലെ കൂടിയാണോ പോയിരിക്കുന്നത്, അതായത് നമ്മൾ ബാക്ക് ആം റൗണ്ട് വരച്ചില്ലേ ആ ഷേപ്പിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് ഈ ഒരു പാറ്റേൺ വെച്ച് നമ്മൾ ട്രേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രേസ് ചെയ്തിട്ട് ആ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ ഒരു സൈഡിൽ 1/2 ഇഞ്ച് കുഴിച്ച് ഞാൻ ഈ പാറ്റേണിൽ കാണിച്ച പോലെ കുഴിച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് എനിക്ക് ജോയിൻ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. എനിക്ക് തുണി ഞാൻ സൈഡിൽ നിന്നാണ് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബോഡിയുടെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗം, ആ ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ടും കൂടി ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇതേപോലെ കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് കൊടുക്കുക. 1/2 ഇഞ്ച് പോലും അല്ല ഞാൻ കൊടുക്കുന്നത്, ഒരു 1/4 ഇഞ്ചിൽ ഒരു 3 പ്ലീറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഞാനിങ്ങനെ തയ്ച്ചു വരുവാണ്. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മുടെ സ്ലീവിൻ്റെ അറ്റവും നമ്മുടെ ബോഡിയുടെ അറ്റവും മുട്ടുന്നുണ്ടോ എന്ന്. മുട്ടുന്നുണ്ടെങ്കിൽ അത്രയും പ്ലീറ്റ്സ് മതി. അതല്ല ഇനിയും മുട്ടാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലേറ്റിങ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു, അടുത്ത സൈഡിനും ഞാൻ ഇതേപോലെ ഒരു 3 പ്ലേറ്റ്സ് ഒന്ന് വെച്ച് ഒന്ന് പിൻ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സ്ലീവിൻ്റെ അറ്റവും നമ്മുടെ ആ ഒരു ബോഡിയുടെ അറ്റവുമായിട്ട് വെച്ചിട്ട് വീണ്ടും ഞാനൊന്ന് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയൊക്കെ പോയാലും ഒരു ഇച്ചിരിയും കൂടെ ചിലപ്പോൾ പ്ലേറ്റ് ഇടാനായിട്ട് കിട്ടും. എനിക്ക് ഇച്ചിരിയും കൂടെ കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അത് വീണ്ടും ഒരു പ്ലേറ്റും കൂടെ ഞാനൊന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. 2 വശത്തോട്ടും നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരു വശത്തോട്ട് 3 പ്ലേറ്റ് ആയിട്ടെങ്കിൽ മറുവശത്തും 3 പ്ലേറ്റ് തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ സ്ലീവ് അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എന്താ ചെയ്തേ, കുഞ്ഞി കുഞ്ഞി ഗ്യാദേഴ്സ് ഞാൻ കൊടുത്തു കേട്ടോ. അതായത് നമ്മൾ ലൂസ് സ്റ്റിച്ച് ഇടുമല്ലോ, എന്നിട്ട് അതിൽ ഒരു ത്രെഡ് നമ്മൾ പുള്ള് ചെയ്ത് ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡി പാർട്ട് ഇതേപോലെ ആ ഒരു സ്കേർട്ട് പാർട്ടിന് പുറത്തോട്ട് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നിങ്ങൾ പിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ബാക്ക് സൈഡും നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ആദ്യമേ നമ്മൾ യോക്കിൻ്റെ ഭാഗമെല്ലാം താഴെ 1/2 ഇഞ്ച് അടിച്ച് മറിച്ചിട്ട് അയൺ ചെയ്ത് വെച്ചത്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ആ സ്കേർട്ടിന് പുറത്തോട്ട് ആ ഒരു ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ അറ്റത്തൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യത്തില്ലേ, നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യത്തില്ലേ, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഒരു സൈഡ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പം ഞാനിവിടെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയാലും കുഴപ്പം വരത്തില്ല. ഞാൻ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പാറ്റേണും ഇതേപോലെ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. വളരെ പതുക്കെ ചെയ്യുക, അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാദേഴ്സ് എല്ലാം നല്ല വൃത്തിക്ക് കിടക്കത്തുള്ളൂ കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഒന്നുമില്ല, നമ്മൾ ബോഡി പാർട്ടിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു യോക്ക് പോർഷൻ കഴിയുമ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് താഴത്തോട്ട്
ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിവിടെ സ്ലിറ്റ് ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഇടവണ്ണത്തിൽ നിന്നാണ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കുർത്തി ചെയ്യുമ്പോൾ ഹിപ്പ് പോർഷൻ്റെ അവിടെ നിന്നാണ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഞാൻ ഇടവണ്ണം എവിടെയാണോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ അത് ആ ഒരു അണ്ടർ ബസ്റ്റ് കഴിഞ്ഞ് ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ വേസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ. അവിടം വരെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കുർത്തിയുടെ താഴ്ഭാഗം ഇതേപോലെ 1/2 ഇഞ്ചിലും മടക്കി ആ ഒരു സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിറ്റ് ഫിനിഷ് ചെയ്യുമ്പം നമ്മൾ സ്ലിറ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ കയറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാവുള്ളൂ കേട്ടോ. 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച്. ബേസിക്കലി നമ്മൾ നോർമലി 1/2 ഇഞ്ചാണ് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് തിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ എല്ലാ ജോയിൻസും നമുക്ക് ഒരേ ലെവലിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആ ഒരു സ്ലിറ്റിന് ഒന്നും കൂടെ ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് സ്ലിറ്റിൻ്റെ നല്ല വശത്തിലൂടെ ഞാനൊരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് വരുമ്പം നമ്മൾ ആ ഒരു സെൻറ്ററിലോട്ട് നീഡിൽ വന്ന് കുത്തിയിട്ട് ക്ലോത്ത് തിരിച്ചിട്ട് തയ്ച്ചിറക്കുവാണ്. അതുപോലെ തന്നെ കുർത്തിയുടെ താഴ്ഭാഗവും ഞാൻ 1/4 ഇഞ്ചിലൊന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.